കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിനെ വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ഉത്സവം ഏതുമാകട്ടെ, പ്രവാസികളുടെ ആഘോഷം ഇങ്ങനെയാണ്. വീടുകളിലും വില്ലകളിലും ഫ്ളാറ്റുകളിലും പാർക്കുകളിലുമെല്ലാം ഒത്തുകൂടി ആഘോഷം. പല നാടുകളിൽ നിന്നും എത്തിയവർ കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം ചേർന്നാണ് വിഷു ആഘോഷിച്ചത്. വാരാന്ത്യ അവധിയായതിനാൽ കണിയൊരുക്കലും സദ്യയൊരുക്കലും കെങ്കേമമായി. കോടിയുടുത്ത് കണ്ണനെ കണി കണ്ട് കൈനീട്ടം കൊടുത്ത് പാട്ടും കളികളുമായിട്ടായിരുന്നു ആഘോഷം. ഞാനിപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണ്, കൂട്ടുകാരി ഇപ്പോൾ കാസർഗോഡ് നിന്നാണ്. അപ്പോൾ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഉള്ളത് വരുന്നുണ്ട്, ഇടയ്ക്കുള്ളവരും ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു മിശ്രിതമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നാട്ടിലെ വീട്ടുകാരാണ്, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രവാസി സമൂഹം, അടുത്തുള്ള എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയുക, സ്വന്തം വീട്ടിൽ ആഘോഷിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ് ഇവരെല്ലാം ആയിട്ട് കൂടുന്നേരം കിട്ടുന്ന. സത്യം പറഞ്ഞാൽ ചിലർ ഒരുമിച്ച് ഒത്തുചേർന്ന് സദ്യയൊരുക്കി. ഹോട്ടലുകളിൽ നിന്നും എത്തിയ വിഷു സദ്യയിലായിരുന്നു ചിലരുടെ ആഘോഷം. UAEയിൽ അവധിയാണെങ്കിലും ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവൃത്തി ദിനമാണ്. കണിയൊരുക്കിയെങ്കിലും ആഘോഷം അടുത്തയാഴ്ചയാകാമെന്നാണ് പലരുടെയും തീരുമാനം. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, എനിക്കാവുന്നില്ലേ പൂക്കാതിരിക്കുവാൻ. ഇതുപോലെയാണ് പ്രവാസികളുടെ ആഘോഷം. അത് വിഷുവാണെങ്കിലും ഓണമാണെങ്കിലും ഒക്കെ നിറഞ്ഞ മനസ്സോടുകൂടി അവർ ഒത്തുചേർന്ന് ഇതുപോലെ ആഘോഷിക്കും. ഷാർജയിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.